അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് 2025 രണ്ടാം ക്ലാസ്സിന് വേണ്ടി നടത്തിയ അർദ്ധവാർഷിക പരീക്ഷയുടെ ദുറൂസുൽ ഇസ്ലാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പോകുന്നത് 100 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യമായി കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഓപ്ഷൻസ് വായിക്കുന്നു. നഖം മുറിക്കാത്തവര്, വൃത്തിയുള്ളവരെ, കുളിക്കാത്തവരെ. ആരെയാണ്? വൃത്തിയുള്ളവരെ. രണ്ടാമത്തത്, ഭക്ഷണം കഴിക്കാനും കുടിക്കാനും പാടില്ല ഇടത് കൈകൊണ്ട്, വലത് കൈകൊണ്ട്, ഇരുന്നു കൊണ്ട്. എങ്ങനെയാണ്? ഇടത് കൈകൊണ്ട്, അല്ലെ? ഇടത് കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത്. 3. വുളൂ ചെയ്യുമ്പോൾ കൈകൾ നനച്ച് തടവണം. മുഖം, തല മുഴുവൻ, 2 കൈകൾ, അല്ലെ? തല മുഴുവനാണ് ഉത്തരം. തല മുഴുവനാണ് കൈകൾ നനച്ച് തടവേണ്ടത്. മുഖവും 2 കൈകൾ എന്താവണം? കഴുകണം, അല്ലെ? കഴുകിയിട്ടാണ് വുളൂ ഉണ്ടാക്കേണ്ടത്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലോടിയപ്പോൾ കരച്ചിൽ നിർത്തി. പക്ഷി, ഒട്ടകം, ഒട്ടകത്തിന്റെ ഉടമരാണ്? ഒട്ടകാണ്, അല്ലെ? ഒട്ടകം. 5. വലത് കാൽ വെച്ച് കയറണം. ശുചിമുറിയിലേക്ക്, അങ്ങാടിയിലേക്ക്, വീട്ടിലേക്ക്. എങ്ങോട്ടാ? വീട്ടിലേക്കാണ് വലതുകാൽ വെച്ച് കയറേണ്ടത്. ഇറങ്ങേണ്ടതോ ഇടതുകാൽ വെച്ചാണ്. 6. ഔറത്ത് കാണാത്ത വിധം മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്താണ്. 3, 2, 4, അല്ലെ? 3 ഷർത്താണ് എന്ത്? ഔറത്ത് മറക്കുക. 7. അല്ലാഹു തആല കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിനെ, ഇബ്ലീസിനെ, മലക്കുകൾ. ആരെയാണ്? ആദം നബി അലൈഹി ഇസ്ലാമിനെയാണ് എന്തുകൊണ്ട് സൃഷ്ടിച്ചത്? കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്. ഇബ്ലീസിന് എന്തുകൊണ്ടാ? തീ കൊണ്ട്. മലക്കുകളെ പ്രകാശം കൊണ്ടാണ്. 8. മിഫ്താഹുൽ ജന്നത്തി അസ്സലാ. സ്വർഗത്തിന്റെ താക്കോൽ എന്താണ്? വുളൂ ആണ്, നിസ്കാരമാണ്, നോമ്പാണ്. ഉത്തരം നിസ്കാരമാണ്, അല്ലെ? മിഫ്താഹുൽ ജന്ന അസ്സലാ. സ്വർഗത്തിന്റെ താക്കോല് ഏതാണ്? നിസ്കാരമാണ്. ഇനി 9. എന്തൊക്കെയുണ്ട് വിശേഷം എന്നതിന്റെ അറബി വാചകം മഅസ്സലാമ, കൈഫ ഹാലുക, ഇലൽ ലിഖാ. എന്തായിരുന്നു? കൈഫ ഹാലുക, എന്തൊക്കെയുണ്ട് വിശേഷം. ഇനി 10. കുറച്ച് പൂക്കൾ കൊടുത്തിട്ടുണ്ട്. ആ പൂക്കൾ എണ്ണീട്ട് എന്ത് ചെയ്യുക? അറബിയിൽ നോക്കുക. എത്ര പൂക്കൾ നോക്കൂ? 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. അപ്പൊ 7 അറബി പറയാ സബഅത്തുൻ എന്നാണ്. അപ്പൊ ഉത്തരം സബഅത്തുൻ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ചേരുംപടി ചേർക്കുക. 11. മലക്കുകൾക്ക് വസ്തുക്കളെ പേര് പറഞ്ഞു കൊടുത്തു. ആരാണ്? ലെറ്റർ ഡി, ആദം അലൈഹിസ്സലാം. 12. എല്ലാം കാണുന്നവനാണ്. ലെറ്റർ ഇ, അല്ലാഹു തആല, അല്ലെ? അല്ലാഹു തആലയാണ് എല്ലാം കാണുന്നവൻ. 13. ഒട്ടകത്തിന്റെ പരാതി കേട്ടു. ലെറ്റർ എ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ്? മുഹമ്മദ് നബിയാണ് ഒട്ടകത്തിന്റെ പരാതി കേട്ടത്. നമുക്ക് ഒട്ടകത്തെ പരാതി കേൾക്കാൻ കഴിയില്ല, നബിമാർക്ക് കഴിയുള്ളൂ. 14. അഹങ്കാരം കാണിച്ചതിനാൽ അല്ലാഹു തആല ശപിച്ചു. ലെറ്റർ സി, ഇബ്ലീസ്, അല്ലെ? ഇബ്ലീസ് ആണ് എന്ത് ചെയ്ത്? അഹങ്കാരം കാണിച്ചത്. 15. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷിച്ചു. ലെറ്റർ ബി, ആരാണ്? സ്വഹാബികളാണ്. സ്വഹാബികള് നബി തങ്ങൾ എന്തായിരുന്നു? പൂർണ്ണമായി അനുസരിച്ചിരുന്നു. ഇനി തേർഡ് ആക്ടിവിറ്റി പൂരിപ്പിക്കുക. 16. മിഫ്താഹു സ്വലാത്തി അൽ വുളൂ. നിസ്കാരത്തിന്റെ താക്കോലാണ് വുളൂ. എന്താണ് നിസ്കാരത്തിന്റെ അറബി പറയാ? അസ്വലാ. എന്താ പൂരിപ്പിക്കുക? മിഫ്താഹു സ്വലാത്തി അൽ വുളൂ. 17. ഭക്ഷണം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. 18. ബാഗും പുസ്തകവും അഴുക്കാവാതെ സൂക്ഷിക്കണം. ഇത് പൂരിപ്പിക്കുക, അഴുക്ക്. 19. വീട്ടിൽ നിന്ന് ഏത് കാൽ വെച്ച് പുറത്തിറങ്ങേണ്ടത്? ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങണം. കയറുമ്പോയോ? വലതുകാൽ. ഇവിടെ പൂരിപ്പിക്കേണ്ടതാണ് ഇടത്. 20. ചോദ്യം, വാഹിദ്, ഇസ്നാനി, സലാസ. ഇതിനെത്രയാണ്? 4, 5, അല്ലെ? അടുത്ത ആക്ടിവിറ്റി എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 21. ചോദ്യം, നമ്മുടെ മതം ഏതാണ്? ഏതാ മതം? ഇസ്ലാം. ഒറ്റ വാക്കിലാണ്. ഏതാണ്? ഇസ്ലാം. 22. ചോദ്യം, മനുഷ്യ പിതാവ് ആരാണ്? ആദം അലൈഹിസ്സലാം. ചോദ്യം 23. അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യുന്നതിനെ കുറിച്ചാണ്? നിസ്കാരത്തെ കുറിച്ചാണ്. ചോദ്യം 24. അന്നം തന്നവൻ അല്ലാഹു. എന്താണ് അന്നം? അല്ലെ? അന്നം നമുക്കറിയാം എന്താണ്? ഭക്ഷണമാണ് അന്നം എന്ന് പറയുന്നത്. ചോദ്യം 25. നിസ്കരിക്കുമ്പോൾ
എന്തിനു നേരെ തിരിഞ്ഞു നിൽക്കണം? ഖിബിലക്ക് നേരെ. എന്തിനു നേരെ? ഖിബിലക്ക് നേരെ തിരിഞ്ഞു നിൽക്കണം. ഇനി അടുത്ത ആക്ടിവിറ്റി, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. സെന്റൻസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം 26. ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞതെന്ത്? എന്താ ഇബ്ലീസ് പറഞ്ഞത്? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഇബ്ലീസാണ് പറഞ്ഞത്. ചോദ്യം 27. നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്ത് എന്താണ്? നജസിൽ നിന്ന് ശുദ്ധിയാവുക. ചോദ്യം 28. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ചോദ്യം 29. ഭക്ഷണം കഴിച്ചു തീർന്നാൽ എന്ത് ചൊല്ലണം? ഭക്ഷണം കഴിച്ചാൽ എന്താ ചൊല്ലേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ചോദ്യം 30. ആർക്കാണ് അല്ലാഹു തആലയുടെ കരുണ ലഭിക്കുക? ആർക്കാണ്? കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ കരുണ ലഭിക്കൂ. ചോദ്യം 31. വൃത്തിയായി സൂക്ഷിക്കണം എവിടെയെല്ലാം? വീടും ക്ലാസും പരിസരങ്ങളും. 32ാമത്തെ ചോദ്യം. വുളൂ ചെയ്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തിരിക്കും എവിടെയാണ്? എവിടെ കാത്തിരിക്കുക? ഹൗദൽ കൗസറിന് സമീപം. 33ാമത്തെ ചോദ്യം. അറബിയിൽ എഴുതുക. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ രണ്ടാം ക്ലാസ്സിലാണ്. എങ്ങനെ അറബി പറയാം? അന ഫിസ്സഫിസാനി. അന എന്നാലെന്താ? ഞാന്. ഫിസ്സഫിസാനി, രണ്ടാം ക്ലാസ്സിൽ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും വിവേകവും പഠന താല്പര്യമൊക്കെ നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.